ലോക സിനിമകളുടെ വേദികൾ മാത്രമല്ല സൗഹൃദങ്ങൾ പങ്കിടുന്ന ഇടം കൂടിയാണ് രാജ്യാന്തര ചലച്ചിത്രമേള. മുമ്പ് കൈരളി തിയേറ്റർ ആയിരുന്നെങ്കിൽ ഇന്ന് ടാഗോർ തിയേറ്ററിന്റെ മുക്കും മൂലയുമാണ് സൗഹൃദ കേന്ദ്രങ്ങൾ. മേളയ്ക്കായി ഒരു വർഷം കാത്തിരുന്ന് തലസ്ഥാനത്തേക്ക് എത്തുന്നവരാണ് ഭൂരിഭാഗവും. ചലച്ചിത്രമേളയിലാകെ ചിരിക്കുന്ന മുഖങ്ങളാണ് കാണാൻ കഴിയുക. ആരുടെയും മുഖത്ത് സങ്കടമൊന്നും കാണാനില്ല. എല്ലാവരും സന്തോഷിക്കുകയാണ്, സൗഹൃദം പങ്കിടുകയാണ്. ഈ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ സൗഹൃദങ്ങൾ തന്നെയാണ്. സൗഹൃദങ്ങളാണ് ഏറ്റവും കൂടുതൽ. നമുക്ക് ഇത്തവണയും ഞാൻ വന്നത് പഴയ സൗഹൃദങ്ങളെ അന്വേഷിച്ച് തന്നെയാണ്. അപ്പോൾ സൗഹൃദങ്ങളുടെ ഒരു വേദി എന്നുള്ളതിന് കാലഘട്ടത്തിൻ്റെ ഒരു മാറ്റം സംഭവിക്കുന്നുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. കാലഘട്ടത്തിൻ്റെതായ മാറ്റം സംഭവിക്കുന്നുണ്ട്. സൗഹൃദങ്ങൾ പുതിയ ജനറേഷനിലേക്ക് മാറുന്നു. അതോടൊപ്പം പഴയ കാലഘട്ടത്തിലെ ആളുകൾ, സ്ഥിരമായിട്ടുള്ള സിനിമാ പ്രേമികൾ എല്ലാവരും വളരെയധികം ആഘോഷപൂർവ്വം ഇതിനെ അപ്രോച്ച് ചെയ്യുന്നുണ്ട്. ഒരുപാട് ആളുകളെ കാണാൻ പറ്റും എന്നുള്ളതാണ്. നമ്മൾ വെറും ടെലിവിഷനിലൂടെ മാത്രം അല്ലെങ്കിൽ പ്രോഗ്രാമിലൂടെ മാത്രം കാണുന്ന ആളുകളെ നമ്മൾ ഇവിടുന്ന് നേരിട്ട് കാണാൻ പറ്റും എന്നുള്ളത്. സിനിമകൾ ആസ്വദിക്കാൻ തന്നെയാണ് മേളക്കാലത്ത് ആളുകൾ തലസ്ഥാന നഗരിയിലേക്ക് വരുന്നത്, തർക്കമില്ല. എന്നാൽ ഒന്നുകൂടിയുണ്ട്. കഴിഞ്ഞ മേളയിൽ കൈകൊടുത്തും ചേർത്ത് പിടിച്ചും മടങ്ങിയ പ്രിയപ്പെട്ടവരെ കാണും, സംസാരിക്കണം, സ്നേഹം പങ്കുവയ്ക്കണം. ഈ വർഷം ഞങ്ങൾ ട്രെയിനിൽ വെച്ച് കണ്ടുമുട്ടുന്നു, ഒരുമിച്ച് വരുന്നു. ഞങ്ങൾ ഒരുമിച്ചാണ് ഇപ്പോൾ സ്റ്റേ. ഇപ്പോൾ നമ്മൾ വന്നപ്പോൾ തന്നെ നമ്മൾ കുറേ പഴയ ഫ്രണ്ട്സിനൊക്കെ കണ്ടു. നമ്മൾ കോളേജൊക്കെ കഴിഞ്ഞതിന് ശേഷം കമ്മ്യൂണിക്കേഷൻ തീരെ ഇല്ലാണ്ടായി. പക്ഷെ ഇപ്പോൾ ഇവിടുന്ന് കാണുമ്പോൾ സംസാരിച്ച് കൂടുതൽ കമ്മ്യൂണിക്കേഷനൊക്കെ വീണ്ടും ഒന്ന് പുതുതായി എടുക്കാൻ പറ്റി. പ്രായലിംഗ വ്യത്യാസമില്ലാതെ സൗഹൃദം പങ്കുവയ്ക്കുന്ന കാഴ്ചകൾ ചലച്ചിത്രമേളയ്ക്ക് പുതുമയൊന്നുമല്ല. എങ്കിലും വീണ്ടും വീണ്ടുമുള്ള ഈ കാഴ്ചകൾ സന്തോഷം പകരുന്നു. എല്ലാവരും ചിരിച്ചു കാണാൻ ഇഷ്ടമുള്ള ഒരാളാണ്. അതുകൊണ്ട് തന്നെ എന്നെ അറിയാവുന്ന ഒരു മനുഷ്യൻ പോലും എന്നെ പാസ് ചെയ്തിട്ട് മിണ്ടാതെ പോയ ചരിത്രമില്ല. ഈ ആളുകളുടെ മനസ്സിൽ ജീവിക്കുക എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമാണ്. ഈ ഒരു കൂട്ടായ്മയിൽ ഞാൻ ആകെ 2-3 പടം കാണാറുള്ളൂ. ബാക്കി കംപ്ലീറ്റ് ഒരാൾ പോലും മിസ്സാകാൻ പാടില്ല എൻ്റെ സുഹൃത്തുക്കൾ എന്നുള്ള നിലയിൽ ഞാൻ ഇപ്പം തന്നെ ഒരു സിനിമ കാണാൻ അബദ്ധത്തിൽ കയറിയതായി. എന്തോരം ഫോണാണെന്നറിയോ, ചേച്ചിയോടെ ലാസ്റ്റ് ചാടി ഇറങ്ങി വന്നു. പലവിധ ദുഃഖമുള്ള മനുഷ്യർ കൂടിച്ചേരും. അവർ ഒന്നിക്കിടമില്ല, അളവില്ലാത്ത സന്തോഷമാണ്. രതീഷ് കട്ടലയ്ക്കൊപ്പം ബിനിൽ ലീല സാബു, ന്യൂസ് മലയാളം, തിരുവനന്തപുരം.